ഇസ്രായേൽ എന്ന രാജ്യം അതിന്റെ ഏറ്റവും നാണം കെട്ട അവസ്ഥയിലേക്ക് വീണിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. യുദ്ധത്തിൽ സ്വന്തം ശത്രുക്കളെ കീഴടക്കാൻ ലൈംഗിക അതിക്രമങ്ങളെ ഒരു ആയുധമായി ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരമായ രാജ്യങ്ങളുടെ ആ കരിമ്പട്ടികയിലേക്ക്, ആ ബ്ലാക്ക് ലിസ്റ്റിലേക്ക്, അതെ, യുഎന്നിന്റെ ഒഫീഷ്യൽ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. ഇസ്രായേലിന്റെ തടവറകളിൽ ഫലസ്തീൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്ന നരകയാതനകൾ വെറും ഒരു ആരോപണമല്ല, 100% സത്യമാണ് എന്ന് UN അടിവരയിടുന്നു. ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭ കരിമ്പട്ടികയിൽപ്പെടുത്തി. ലോക ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഒരു രാഷ്ട്രത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന ഒരു UN പ്രമേയം അല്ലെങ്കിൽ UN റിപ്പോർട്ട് പുറത്തു വരുന്നത്. കൃത്യമായിരിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിയിരിക്കുന്നു. ആ നടത്തിയതോടനുബന്ധിച്ചാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്ന് ചുരുക്കം. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിപുലമായിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഓരോ ചാനലും തയ്യാറാക്കുന്നത്. നമ്മൾ കണ്ട വീഡിയോ 18 ചാനലിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. അവർ റിപ്പോർട്ടാക്കി പുറത്തു കൊടുത്താണ്. കുറച്ച് കൂടുതലായിട്ട് കൊടുത്തിട്ട് കുറഞ്ഞ ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടത്. അതിൽ കൃത്യമാണ്, വ്യക്തമായ ഓരോരോ കാര്യം അതിൽ പറയുന്നുണ്ട്. കുട്ടികൾക്കെതിരായ അതിക്രമം, കൊലപാതകം, ക്രൂരപീഡനം, മാരക പരിക്കേൽപ്പിക്കൽ, ലൈംഗിക ഉപയോഗം, ഇത്തരം കാര്യങ്ങളാണ് അതിൽ പ്രധാനമായി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ ബലാത്സംഗം, ലൈംഗിക പീഡനത്തിനപ്പുറം നിർബന്ധിത നഗ്ന പ്രദർശനം, പിന്നെ അതോടൊപ്പം തന്നെ മാനസികമായിരിക്കുന്ന പീഡനം. ഇത് ഈ അറസ്റ്റ് ചെയ്താൽ അത് രേഖപ്പെടുത്താതിരിക്കുക, അത്